ഇന്ന് ഞാനിവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നു. ഇത് ഇഡ്ഡലി, ദോശ, പൊങ്കൽ, ചപ്പാത്തിനൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഈവൻ ഇടിയപ്പത്തിനും. ആദ്യം ഒരു ഹാഫ് കപ്പ് ചെറുപയറ് നന്നായിട്ട് കഴുകിയിട്ട് അത് മഞ്ഞപ്പൊടിയും കായം ഇട്ടിട്ട് അത് വേവിക്കാൻ വെക്കാൻ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അത് വേവുമ്പോൾ നമുക്ക് അരയ്ക്കാനുള്ളത് തേങ്ങ 3 സ്പൂണും പിന്നെ പെരിഞ്ജീരകവും പിന്നെ 1 സ്പൂൺ മല്ലി സീഡ്സും ഇട്ടിട്ട് അത് അരച്ച് റെഡിയാക്കി വെക്കാം. ഇപ്പൊ ഇവിടെ പരിപ്പ് വെന്ത് നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് അത് മാറ്റി വെക്കാം. ചീൻചട്ടി എടുക്കാൻ നല്ലെണ്ണ ഇടാം. പിന്നെ കടുക്, ജീരകം, താളിക, ഉലുവ, കുറച്ച് കറി ലീഫ് ഇട്ടിട്ട് പിന്നെ പൂണ്ട് കുറച്ച് 8 to 10 പൂണ്ട്, പിന്നെ ചെറിയ ഉള്ളി. ഇതിന് ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ്. ഒരു 10 to 15 ചെറിയ ഉള്ളിയും പിന്നെ മുളക്, ഗ്രീൻ ചില്ലി ഇടാം. ഞാനിവിടെ ബജ്ജി മുളക് ഇട്ടു. അത് നന്നായിട്ട് അത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ടൊമാറ്റോ ഇവിടെ ഞാൻ 2 ടൊമാറ്റോ എടുത്തിട്ട് അത് അരച്ചിട്ട് അതിട്ടു. വേണമെങ്കിൽ അത് കഷ്ണാക്കിയിട്ടും ഇടാം. പിന്നെ നമ്മൾ ഈ അരച്ചത് അതിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം. പിന്നെ മുളക് പൊടി ഇടാം. പിന്നെ നന്നായിട്ട് അതൊന്ന് ബോയിൽ ചെയ്തിട്ട് പിന്നെ ഇപ്പൊ നമ്മൾ വേവിച്ച് ആ പരിപ്പ് വന്നിട്ട് അതിലിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ബോയിൽ വരെ വേണ്ടു. പിന്നെ നിറയെ കൊത്തമല്ലി അവസാനം. സോ നല്ലൊരു ടേസ്റ്റി കറിയാണ് ഇത്. മോർണിംഗ് ഉണ്ടാക്കിയ മോർണിംഗ് ഇഡ്ലി ദോശയ്ക്കും എടുക്കാം. പിന്നെ നൈറ്റ് അത് ചപ്പാത്തിനും എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് റൈസിന് കൂടിയും നല്ലൊരു കോമ്പിനേഷൻ ആണ്. അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ ഉണ്ടാക്കിയിട്ട് കുറച്ച് റൈസിനും എടുക്കാം, പിന്നെ ചപ്പാത്തിനും എടുക്കാം. ഞാനിത് പൊങ്കൽ ഉണ്ടാക്കിയിട്ട് പൊങ്കലിന്റെ കൂടെ കഴിക്കാൻ. സോ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. ഈ വീഡിയോയിൽ കണ്ട പ്രോഡക്ട്സിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് നോക്കും.